ഇപ്പോൾ ശരിക്കും 79 ആദ്യമായിട്ട് അഭിനയിക്കണം അല്ല അല്ലേ? 80. അല്ല ശരപ്പഞ്ചേട്ടൻ ശരപഞ്ചര അത് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കും. ആദ്യമായിട്ടൊരു സിനിമയിൽ വന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്ക് ഇത്രയും വർഷത്തെ ഒരു ലേണിങ്, ഒരു നടനായിട്ടും സംവിധായകനായിട്ടൊക്കെ ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് സാർ ലേൺ ചെയ്തിരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മൾ ഓരോ ദിവസം ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളൊക്കെ അന്ന് ബിസിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഉള്ള സിനിമയല്ല ഇന്ന്. അന്ന് അറിയാമല്ലോ, അതിൻ്റെ ഫെസിലിറ്റീസ് അറിയാം, നമുക്ക് എന്ത് ഫെസിലിറ്റീസ് കിട്ടും. ഒരു സിനിമ 15-20 ദിവസം കൊണ്ട് തീർക്കും. എത്ര വലിയ കുറച്ച് വലിയ സിനിമകൾ മാത്രമേ, ഇപ്പോൾ പടയോട്ടം അല്ലെങ്കിൽ ഹിമം അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ ഞാൻ അഭിനയിച്ചില്ല. പല ഷെഡ്യൂൾസ് ബാക്കി അത് കുറച്ച് സമയമെടുത്ത് ചെയ്തിട്ടുള്ള സിനിമകളാണ്. കാശ്മീരും അവിടെയും ഇവിടെയൊക്കെ കുറേ ലൊക്കേഷൻസിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ് ഹിമം. ജോഷി സാർ ഡയറക്ടർ, നസീർ സാറും അഭിനയിച്ച സിനിമയാണ്, ഷാനവാസും ഞാനും അഭിനയിച്ച സിനിമയാണ്. ഇപ്പോൾ പടയോട്ടം അങ്ങനെയുള്ള ബാക്കി സിനിമകളൊക്കെ നമ്മളൊരു 10-12 ദിവസം പോവും, അഭിനയിക്കും, നമ്മുടെ വർക്ക് തീരും, നമ്മൾ അടുത്ത പടത്തിലേക്ക് പോവും. അതൊക്കെ 15-20 ദിവസം കൊണ്ട് തീർക്കുന്ന സിനിമ. ഇന്ന് അതല്ലല്ലോ. ഇന്ന് ഒരു സിനിമ തീർക്കണമെങ്കിൽ, ബിക്കോസ് ആ സിസ്റ്റം മാറി. ഇപ്പോൾ പണ്ട് കാരവാനായി. അപ്പോൾ ആ സിസ്റ്റം മാറി വന്നപ്പോൾ സിനിമ പെട്ടെന്ന് ഒരു 20-25 ദിവസം കൊണ്ട് തീർക്കുന്ന സിനിമകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഭൂരിപക്ഷം സിനിമകളും ഒരു സമയം എടുത്തിട്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഫിലിം നിന്ന് മാറി ഡിജിറ്റലാകുമ്പോൾ ശരിക്കും എളുപ്പമാവേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോസസ്സ് ഭയങ്കര വലുതായതുകൊണ്ട് സിനിമ അങ്ങനെയായി. സിനിമയുടെ ബഡ്ജറ്റ് മാറി. അന്നൊക്കെ നമുക്കൊരു മിനിമം ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ബഡ്ജറ്റൊക്കെ ഇന്ന് മാറി. പിന്നെ അന്ന് ഒരു ദിവസമൊക്കെ നിങ്ങൾ 3 സിനിമകളിൽ വരെ നിങ്ങൾ എല്ലാവരും അഭിനയിക്കുന്ന ഒരു കാര്യം. ഇന്ന് പക്ഷേ കഴിയുന്നത് ഹീറോസൊക്കെ ഒരു സിനിമയാണെങ്കിൽ ആ ഒരു സിനിമ മാത്രം ചെയ്തിട്ട് ശരിക്കും 2-3 ഹീറോസൊക്കെ കാണും. അല്ലാത്ത സിനിമകളുണ്ട്, ഹീറോ ആവുന്ന സിനിമകളും ഉണ്ട്. അതിന് ചിലപ്പോൾ ഒരു 15-16 ദിവസം ഡേറ്റ് കാണും, മറ്റേത് 10-12 ദിവസം കാണും. അതുകൊണ്ട് എനിക്കൊക്കെ ഒരു 10-200 സിനിമകളിൽ പെട്ടെന്ന് അഭിനയിക്കാൻ സാധിച്ചു. ഒരുപാട് ചേഞ്ചസ് ഇപ്പം ഉണ്ട്. ബിക്കോസ് നമ്മുടെ ടോട്ടൽ പ്രോസസ്സ് മാറിപ്പോയി. പ്രോസസ്സ് മാറുമ്പോൾ എന്താ വെച്ചാൽ നമുക്കതിൻ്റെ കൂടെ പോയേ പറ്റുള്ളൂ. നമുക്കായിട്ടൊരു സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ആ പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡിലേ വരുന്നുണ്ട്. എല്ലാം അത് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ബിക്കോസ് ഇപ്പോൾ ഈ മാറ്റങ്ങളെക്കുറിച്ച് ഇപ്പോൾ സാർ പറഞ്ഞു, ആ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണോ ഇപ്പോഴത്തെ ഒരു അതിനനുസരിച്ച് അത് ഫ്ലോയിൽ പോവുകയാണെന്ന് പറഞ്ഞു. പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂ സാറിന് ഓർമ്മ ഉണ്ടെന്ന് 2009 സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് സാറ് പറഞ്ഞിരുന്നു മലയാള സിനിമയിൽ ഇനിയൊരു വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. 80 എന്ന് പറയുന്ന ഒരു വർഷം ഞങ്ങൾ കുറേ പേര് വന്നു, പിന്നെ ഞങ്ങൾ തന്നെയായിരുന്നു കുറേ കാലം. അപ്പോൾ മലയാള സിനിമ എപ്പോഴും ഒരു ഗ്യാപ്പിട്ടാണ് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ അന്ന് ഋതു എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങി നിൽക്കുന്ന സമയം, അപ്പോൾ സാർ തന്നെ പറഞ്ഞു ഋതു എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ മമ്മൂക്കയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പുതിയ ആളുകളെ. അപ്പോൾ ഇനിയൊരു വലിയൊരു മാറ്റം മലയാള സിനിമയിൽ സംഭവിക്കാൻ പോവുകയാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2010 എന്ന് പറഞ്ഞ വർഷം നമുക്കറിയാം, ഇന്ന് കാണുന്ന ഇന്നത്തെ ഹീറോസ് എല്ലാവരും ആ ഒരു വർഷമാണ്. അതെങ്ങനെ സാറിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ട് അത് സംഭവിച്ചു എന്നുള്ളതാണ്. അതെ, അല്ല നമ്മളിതൊക്കെ കാണുന്നതാണല്ലോ. ബിക്കോസ് ഈവൻ നമ്മുടെ മുമ്പ് ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. നസീർ സാറും മധു സാറും സത്യൻ സാറും പിന്നെ അതുപോലെ ഒരുപാട് ആക്ടേഴ്സ്. അപ്പോൾ നസീർ സാറും സത്യൻ സാറും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മധു സാറ് വന്നു. പിന്നെ അങ്ങോട്ട് കുറേ ആക്ടേഴ്സ് വന്നു. ഒന്ന് വിൻസെൻ്റ് വന്നു, പിന്നെ സുധീർ വന്നു, രാഘവൻ വന്നു, പിന്നെ മോഹൻ ശർമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേഞ്ചസ് സിനിമയിൽ വരുന്നു. പക്ഷേ ഒരു കാലഘട്ടം ഞാൻ പറയുന്നത് ആ ഒരു സമയത്ത് നസീർ സാറിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. നമ്മളൊക്കെ നസീർ സാറിൻ്റെ ഫാൻസായിരുന്നു. നസീർ സാറിൻ്റെ സിനിമകൾ എന്താ വെച്ചാൽ അന്നത്തെ കമേഴ്ഷ്യൽ സിനിമയാണ്. പാട്ട്, ഹ്യൂമർ, സ്റ്റണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ നസീർ സാറിൻ്റെ സിനിമയിലാണ് കൂടുതൽ കാണാൻ പറ്റുക. സത്യൻ സാറ് വേറൊരു ലെവൽ. പിന്നെ സത്യൻ സാറ് നമ്മളെയൊക്കെ വിട്ട് വേഗം പോയി. അതുകൊണ്ട് പിന്നെ നസീർ സാറും മധു സാറൊക്കെ സിനിമ. പക്ഷേ ഒരു ടൈം ഉണ്ടായിരുന്നു ഒരു ചേഞ്ച് വന്നത്. പക്ഷെ അത് ആ ടൈം അത്ര നിന്നില്ല. ആർക്കും ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ വന്നതാണ് വേറൊരു ടൈം വന്നു. കമലഹാസൻ വന്നു, രവികുമാർ വന്നു, ഇങ്ങനെ കുറേ ആക്ടേഴ്സ് വന്നു. MG സോമേട്ടനും സുകുമാരനൊക്കെ കുറേ കാലം നിന്നു. അവരൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ശൈലിയും അതിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തു. പിന്നെ വരുന്നതാണ് ഞങ്ങളുടെ. അപ്പം നമ്മളൊരു 10-15-16 വർഷം ഞാനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. അതിന് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും അവർ കണ്ടിന്യൂ ചെയ്തു. പിന്നെ വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കയറി വന്നു. അത് സിനിമയിൽ അത് സംഭവിക്കും. പക്ഷേ എപ്പോഴും
ഒരു സ്റ്റെപ്പ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക, ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി, അത് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഇനിയും മാറ്റങ്ങൾ വരും സിനിമയിൽ. സിനിമ ഇനി പണ്ടത്തെ മാതിരിയല്ല. ഇനി ഇപ്പോൾ പക്ഷേ മാറ്റങ്ങൾ പെട്ടെന്നാണ് പെട്ടെന്ന് വരും. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ സിനിമ അതിനൊരു ഇനീഷ്യൽ കളക്ഷൻ വരുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. വലിയ വലിയ ആക്ടേഴ്സിൻ്റെ അതുപോലെ പബ്ലിസിറ്റി ചെയ്തും അതുപോലെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ആ സിനിമകളൊക്കെ വരുന്നത്. പക്ഷേ സിനിമ നല്ലതല്ലെങ്കിൽ ആ സിനിമയൊക്കെ താഴെ പോകുന്നുമുണ്ട്. അതല്ലാതെ ഇപ്പോൾ ചെറിയ ആൾക്കാർ, അത് പണ്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ അഭിനയിച്ച ആദ്യത്തെ 2 പടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒരു തലൈരാഗം 365 ദിവസം ഓടി, മഞ്ഞിലെറിഞ്ഞ പൂക്കൾ 250 ദിവസം ഓടി. പക്ഷേ ഇന്നും ആ സിറ്റുവേഷൻ തന്നെയാണ്. സിനിമ നല്ലതാണെങ്കിൽ, നമ്മൾ നല്ല സിനിമയാണെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യപ്പെടണം. അത് പ്രൊമോട്ട് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് കയറിപ്പോവും. അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ സിനിമകളുണ്ട് വലിയ ആക്ടേഴ്സ് ഇല്ലാതെ ഹിറ്റാവുന്ന സിനിമകൾ.